Welcome back, my dear students, on a new lecture on number theory. So, in lecture, പ്രധാനമായിട്ടും quadratic congruence-നെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Quadratic congruence വെച്ചിട്ട് ഈ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് quadratic congruence. സോ ഈ quadratic congruence എന്ന് വെച്ചാൽ it is of the form ax square plus bx plus c congruent to 0 mod n. അതായത് നമ്മൾ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്നത് തന്നെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നതിന് പകരം കോൺക്ലുവൻറ്റ് ടു 0 മോഡൽ, അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഗിവ്സ് എ റിമൈൻഡർ 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അകത്ത് പറയുന്നത് ലീഡിങ് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് തന്നെ ലീഡിങ് ടേം ഒരിക്കലും 0 ആകാൻ പാടില്ല. സോ ഇവിടെ 0ക്ക് ഇക്വലൻ്റ് ആയിട്ട് 0 മോഡ് എന്നാകാൻ പാടില്ല. സോ എ നോട്ട് കോൺക്ലുവൻറ്റ് ടു 0 മോഡൽ. കാരണം എ കോൺക്ലുവൻറ്റ് ടു 0 മോഡ് എന്നാണെങ്കിൽ 0x സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 0. സോ അതുകൊണ്ട് തന്നെ ഇത് ക്വാഡ്രാറ്റിക് ആവില്ല. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കോൺക്ലുവൻറ്റ് ടു 0 മോഡ് n എന്ന രൂപത്തിൽ വരുന്ന ലീഡിങ് കോഎഫിഷ്യന്റ് നോട്ട് കോൺക്ലുവൻറ്റ് ടു 0 മോഡ് n എന്ന് വരുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് കോൺക്ലുവൻസ് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കൊരു ക്ലാസിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നൊരു ഇക്വേഷൻ എടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതിന് റിയൽ നമ്പേഴ്സിനകത്ത് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, കാരണം ദിസ് ഹാസ് എ സൊല്യൂഷൻ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ -1 ആകില്ല. അങ്ങനെയുള്ള ഒരേ ഒരു നമ്പർ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, ഐയും -i ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. ബോത്ത് ഓഫ് ദം ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇതിന് സൊല്യൂഷൻ ഇല്ല, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ്റെ മോട്ടിവേഷൻ എന്നാണ്, ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഈസ് വൺ ഓഫ് ദ മോട്ടിവേഷൻ ഫോർ ഡിഫൈനിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷന് റിയൽ നമ്പേഴ്സിൽ സൊല്യൂഷൻ ഇല്ല, കോംപ്ലക്സ് നമ്പേഴ്സിൽ സൊല്യൂഷൻ ഉണ്ട്. വാട്ട് അബൌട്ട് ഇറ്റ്സ് അസോസിയേറ്റഡ് കോൺഗ്രുവൻസ് ഇൻ സം സ്ട്രക്ചർ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി, വേർ പി ഇസ് പ്രൈം ആണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ? ഓക്കെ, ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ് വി വാണ്ട് ടു ഡിസ്കസ്. അപ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 കോൺക്ലുവൻറ്റ് ടു 0 മോഡ് പി വേർ പി ഇസ് പ്രൈം എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് കോൺക്ലുവൻസിന് മോഡ് പിക്കകത്ത് സൊല്യൂഷൻ കാണാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് നെക്സ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, വിച്ച് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് എ തിയറം. ദ തിയറം ഈസ്, സോ ദ റിസൾട്ട് ഈസ് the quadratic congruence x square plus 1 congruent to 0 mod p, where p is an odd prime, which means p is either 3, 5, 7, 11, etc., has a solution if and only if p congruent to 1 mod 4. ഈ ക്വാഡ്രാറ്റിക് കോൺക്ലുവൻസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ p ഷുഡ് ബി കോൺക്ലുവൻറ്റ് ടു 1 mod 4. അതായത് p യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഷുഡ് ബി ഗിവിങ് എ റിമൈൻഡർ 1. ഓക്കെ, സോ പി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ, ഓഡ് പ്രൈം ആയതുകൊണ്ട് തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഗീവ്സ് ദ റിമൈൻഡർ ഐദർ 1 ഓർ 3. ഓക്കെ, 1ഉം 3ഉം മാത്രമേ റിമൈൻഡർ തരത്തുള്ളൂ, കാരണം പി ഒരു ഓഡ് നമ്പറാണ്. ഓക്കെ, പി റിമൈൻഡർ 2 തരികയാണെന്ന് വെച്ചു. സോ വിച്ച് മീൻസ് പി കോൺക്ലുവൻറ്റ് ടു 2 മോഡ് 4 തരികയാണെന്ന് വെച്ചു. ഓക്കെ, സോ വിച്ച് മീൻസ് പി -2 കോൺക്ലുവൻറ്റ് ടു 0 മോഡ് 4, വിച്ച് മീൻസ് പി -2 ഈവൻ നമ്പറാണ്. പി -2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പി -2 ഈവൻ. പി -2 ഈവൻ ആണെങ്കിൽ പി -2 + 2 ഈസ് ഈവൻ, വിച്ച് മീൻസ് പി ഈസ് ഈവൻ. ഓൾറെഡി പറഞ്ഞു പി എന്ത് നമ്പറാണ്, ഓഡ് നമ്പറാണ്. സോ വിച്ച് മീൻസ് 2 റിമൈൻഡർ തരില്ല, ഐ തിങ്ക് 0 റിമൈൻഡർ തരില്ല. സോ ദ നെക്സ്റ്റ് പോസിബിൾ നമ്പേഴ്സ് ആർ 1 and 3. അപ്പോൾ ഒരു നമ്പറിനെ, ഒരു ഓഡ് നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ it should give a reminder 1 or 3. ഇവിടെ പറയുന്നത് നമ്മൾ ഈ കോൺക്ലുവൻസ് എക്സ് സ്ക്വയർ പ്ലസ് 1 കോൺക്ലുവൻറ്റ് ടു 0 മോഡ് പി എന്ന് പറയുന്ന ഈ കോൺക്ലുവൻസിന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഷുഡ് ഗിവ് എ റിമൈൻഡർ 4 whenever divided through റിമൈൻഡർ 1 whenever divided by 4. എന്ന് വെച്ചാൽ പി is equal to 5 എടുക്കുകയാണെങ്കിൽ 5 is congruent to what? 1 mod 4, which means ഈ കോൺക്ലുവൻസിന് മോഡ് 5ൽ സൊല്യൂഷൻ ഉണ്ട്. മോഡ് 3 എടുക്കുകയാണെങ്കിൽ 3 കോൺക്ലുവൻറ്റ് ടു വാട്ട്? 3 mod 4, വിച്ച് ഈസ് നോട്ട് കോൺക്ലുവൻറ്റ് ടു 1 mod 4 ആണ്. സോ പി is equal to 3ക്കകത്ത് ഇതിന് സൊല്യൂഷൻ ഇല്ല. p is equal to 7 എടുക്കുന്നു. 7 കോൺക്ലുവൻറ്റ് ടു ആക്ച്വലി 3 mod 4 ആണ്.
which is not congruent to 1 mod 4. 7th കേസിൽ ഇതിന് സൊല്യൂഷൻ ഇല്ല. This is what this theorem states. Okay. So ഇതാണ് ഈ തിയറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ 5ന്റെ കേസിൽ റിമൈൻഡർ ഉണ്ട്. ആക്ച്വലി 3യുടെ കേസിൽ റിമൈൻഡർ ഇല്ല, സൊല്യൂഷൻ ഇല്ല. 7ന്റെ കേസിൽ സൊല്യൂഷൻ ഇല്ല. ആക്ച്വലി നെക്സ്റ്റ് നമ്പർ ഈസ് 11. 11 ഈസ് ഓൾസോ കോൺക്രൂവന്റ് ടു വാട്ട് 3 mod 4. സോ 11ന്റെ കേസിലും സൊല്യൂഷൻ ഇല്ല. I think 17ന്റെ കേസിൽ സൊല്യൂഷൻ ഉണ്ട്. 17 ഈസ് കോൺക്രൂവന്റ് ടു 1 mod 4. സോ 17ന്റെ കേസിൽ എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. സോ 5 കഴിഞ്ഞാൽ ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉള്ളത് മോഡ് 17ൽ മാത്രമാണ്. ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സിൽ സൊല്യൂഷൻ ഇല്ല. സോ ദിസ് ഈസ് വാട്ട് ദിസ് തിയറം സ്റ്റേറ്റ്സ്. നൗ വി ഹാവ് ടു പ്രൂവ് ദിസ്. സോ ഇതിന്റെ പ്രൂഫ് എന്നുള്ളത് 2 പാർട്സ് ആണ്. ഫസ്റ്റിൽ എന്താണ്? x² + 1 കോൺക്രൂവന്റ് ടു 0 mod p എന്നതിന്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ p കോൺക്രൂവന്റ് ടു 1 mod 4 ആയിരിക്കണം. ഓക്കെ, അതായത് പി എ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം, റിമൈൻഡർ എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തത് പി കോൺക്രൂവന്റ് ടു 1 mod 4 ആണെങ്കിൽ പി എ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നുണ്ടെങ്കിൽ x² + 1 കോൺക്രൂവന്റ് ടു 0 mod p എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ അത് വെച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. സോ നമുക്ക് ഫെർമാസ് തിയറം യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൂഫ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ്. സോ പ്രൂഫ്. So first assume that the congruence x² + 1 congruent to 0 mod p has a solution. Let it be A. ഒരു സൊല്യൂഷൻ ഉണ്ട്, അതാണ് A. Which means that a² + 1 congruent to what? 0 mod p. Okay, that is x² congruent to -1 mod p. So we have to prove that എന്താണ് p congruent to 1 mod 4 എന്ന് പ്രൂവ് ചെയ്യണം. That is p - 1 is a multiple of 4 or p - 1 is equal to some 4k or p is equal to എന്താണ് 4k + 1. അല്ലെങ്കിൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി? p is not congruent to എന്താണ് 3 mod 4 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് p is not equal to 4k + 3 എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, സോ a is the solution. So A is the solution. So P does not divides A. So by Fermat's theorem, we can say that A raised to P - 1 congruent to 1 mod P. Fermat's theorem വെച്ച് ഇത്രയും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, that is A raised to P - 1 or ഇതിനെ തിരിച്ചെഴുതിയാൽ 1 congruent to A raised to P - 1 mod p. ഇനി a raised to p - 1നെ നമുക്ക് 1 congruent to a² the whole raised to p - 1/2 എന്ന രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും, mod p. ഇനി a² congruent to -1 mod p ആയതുകൊണ്ട് a² എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. This is congruent to -1 raised to p - 1/2 mod p. So -1ന്റെ p - 1/2 പവർ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. അങ്ങനെ ആവുന്ന നമ്പർ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് പി. അപ്പോൾ പിക്ക് രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്നുകിൽ പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 + 1 ഓർ പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 + 3. കാരണം പി ഒരു ഓഡ് പ്രൈം ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് 1ഉം 3ഉമാണ്. ഓക്കെ, സോ പിക്ക് 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ പോസിബിലിറ്റി സാധ്യമല്ലെന്ന് നമുക്ക് ഈ റിസൾട്ട് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യും. സോ ഇഫ് p is equal to 4k + 3 ആണെന്ന് സങ്കല്പിക്കും. k ഒരു ഇൻഡിജർ ആണ്. സോ p - 1 is actually 4k + 3 - 1 which is 4k + 2. So p - 1/2 is actually 4k + 2 whole divided by 2 which is actually 2k + 1 which is an odd number. Okay, so which implies -1 raised to p - 1/2 mod p is congruent to -1 raised to what?
2k plus 1. കാരണം 4k plus 2 p minus 1 by 2 എന്ന് വെച്ചാൽ 4k plus 2 divided by 2 which is 2k plus 1. This is minus 1 raised to an odd number. Minus 1 raised to an odd number is always minus 1. Okay. So നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്ത് കിട്ടണം? 1 should be the answer. Minus 1 raised to p minus 1 by 2 should give the answer 1. Okay. So which means that here the answer is 1 which is not equal to എന്താണ് 1 mod p. So which implies p is not equal to what? 4k plus 3. അപ്പോൾ p എന്താകത്തില്ല? 4k plus 3 ആകില്ല. Okay. So which implies p 4k plus 3 ആകുന്നില്ല. p ഒരു odd prime ആയതുകൊണ്ട് it has only two possibilities, either 4k plus 1 or 4k plus 3. Since p is not 4k plus 1, this implies p is 4k plus 1. So 4k plus 3 അല്ലെങ്കിൽ this is 4k plus 1. This is actually p congruent to 1 mod 4. Okay. So ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? p congruent to 1 mod 4 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ. അതിൻ്റെ നമ്മൾ പ്രൂവ് ചെയ്തത് നമ്മൾ ഫെർമാസ് തിയറം വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് സാറ്റിസ്ഫൈസ് 1 congruent to minus 1 raised to p minus 1 by 2 mod p. പിക്ക് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. പി ഓഡ് പ്രൈം ആയതുകൊണ്ട് ഐദർ ഇറ്റ് ഈസ് 4k plus 1 or it is 4k plus 3. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് p is of the form 4k plus 1 which gives p congruent to 1 mod 4. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ p is equal to 4k plus 3 അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. p 4k plus 3 എന്ന് കിട്ടുമ്പോൾ ഈ രണ്ട് ഇൻഇക്വാലിറ്റിയും സെയിം ആകില്ല. ഇക്വേഷൻ 1 സെയിം ആകില്ല which gives a contradiction. ഓക്കെ. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഡൺ. ഇനി കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്യേണ്ടത് p congruent to 1 mod 4 ആണെങ്കിൽ that equation has a solution എന്ന് പ്രൂവ് ചെയ്യും. So conversely assume that p is of the form p congruent to 1 mod 4. We have to prove that x square plus 1 congruent to 0 mod p has a solution. ഇതാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ വിൽസൺസ് തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്തത്. Now p minus 1 factorial, p dot prime ആണ്, is actually 1 into 2 into 3 into etc. p minus 1 by 2, p minus 1 by 2 plus 1 etc. p minus 2, p minus 1. ഇതാണ് ഈ p minus 1 by 2 plus 1 നമുക്ക് p 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ p minus 1 plus 2 divided by 2 which is p plus 1 by 2 എന്ന് എഴുതാം. So this part can be written as നമുക്ക് p plus 1 by 2 എന്ന് എഴുതാം. So this is actually of the form 1 into 2 into 3 into etc. p minus 1 by 2 into p plus 1 by 2. p plus 1 by 2 is actually p minus 1 by 2 plus 1 ആണ്, etc. p minus 2 into p minus 1. Now p minus 1 is congruent to minus 1 mod p. കാരണം മോഡ് പിയിൽ എടുക്കുമ്പോൾ p is actually equivalent to 0. p is a multiple of 0. So this is 0 minus 1 which is minus 1. p minus 2 is actually congruent to minus 2 mod p. സിമിലർ ആർഗ്യുമെന്റ്സ് തന്നെ യൂസ് ചെയ്യാം. p എന്ന് വെച്ചാൽ മോഡ് പിയിൽ എടുക്കുമ്പോൾ 0 ഇക്വലന്റ് ആണ്. p മൈനസ് 3 കോൺക്ലുവന്റ് ടു മൈനസ് 3 മോഡ് p. ഓക്കെ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് p പ്ലസ് 1 ബൈ 2. p പ്ലസ് 1 ബൈ 2നെ വി ക്യാൻ റിട്ടേൺ ആസ് p മൈനസ് 1 ബൈ 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ p മൈനസ് 1 by 2 which is equal to 2p minus p plus 1 divided by 2. So which is actually p plus 1 by 2. Okay. So ഇങ്ങനെ എഴുതാം. Which is congruent to what? Minus of p minus 1 by 2 mod p. കാരണം ഈ p is a multiple of p. ഇനി നമ്മൾ ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p minus 1 factor ഈ p minus
മോഡ് പി എടുക്കുമ്പോൾ ഈ പി പ്ലസ് 1/2 പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് പി മൈനസ് 1/2 അതുപോലെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സോ പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺക്രൂവൻറ്റ് ടു 1 into 2 into etc. p minus 1/2. Next is minus p minus 1/2. Okay, etc. minus 2, minus 1, minus 3 ഇങ്ങനെ. Okay. Here ഇവിടെ minus 1 ഉണ്ട്. So minus 1 into etc. minus 1 ഉണ്ട്. ഈ സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത്. സോ ടോട്ടൽ 1 തൊട്ട് പി മൈനസ് 1/2 ടൈംസ് വരെ -1 ഉണ്ട്. സോ അത്രയും ടൈംസ് -1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൺക്രൂവൻറ്റ് ടു, ഇവിടെ മോഡ് പി ഉണ്ട്, ദിസ് ഈസ് കോൺക്രൂവൻറ്റ് ടു -1 റേസ് ടു പി മൈനസ് 1/2. കാരണം -1 പി മൈനസ് 1/2 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ദിസ് ഈസ് -1 റേസ് ടു പി മൈനസ് 1/2 എന്ന് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് 1 into 2 into etc. പി മൈനസ് 1 ആണ് ബാക്കി വരുന്നത്. ഇവിടെയും 1 into 2 into 3 into etc. p minus 1/2. So 1 into 2 into 3 into etc. p minus 1/2. ഇത് രണ്ട് പ്രാവശ്യം വരുന്നു. The whole square mod p. So we get p minus 1 factorial congruent to -1 raised to p minus 1/2 into ഇതിനെ 1 into 2 into 3 into etc. p minus 1/2 എന്ന് വെച്ചാൽ p minus 1/2 factorial. So p minus 1/2 factorial the whole square mod p. This is equation A. Now by Wilson's theorem, p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് p minus 1 factorial congruent to -1 mod p. So ഈ p minus 1 factorial പകരം -1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ പി മൈനസ് 1 ഫാക്ടോറിയൽ വാല്യൂ ഇവിടെ -1 കൊടുക്കുന്നു. സോ എ ഇംപ്ലൈസ് -1 കോൺക്രൂവൻറ്റ് ടു -1 റേസ് ടു പി മൈനസ് 1/2 ഇൻറ്റു പി മൈനസ് 1/2 ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ മോഡ് പി. രണ്ട് സൈഡിൽ മോഡ് പി എടുക്കുന്നതുകൊണ്ടാണ് പി മൈനസ് 1/1 ഫാക്ടോറിയൽ മോഡ് പി എന്ന് വെച്ചാൽ -1 ആണ്. ഓക്കെ, നൗ തന്നിട്ടുണ്ട് പി ഈസ് കോൺക്രൂവൻറ്റ് ടു 1 mod 4. So p is of the form 4k plus 1. So p minus 1, it should be of the form 4k. So p minus 1/2 is of the form 2k, which is an even number. Okay, so which means that -1 raised to p minus 1/2 എന്ന് വെച്ചാൽ -1 raised to 2k, which is always 1. -1 raised to an even number എന്നാണ് കിട്ടുന്നത്, which is 1. So ഇവിടെ -1 raised to p minus 1/2 എന്ന് പകരം നമുക്ക് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ദിസ് ഈസ് all this as equation B. So equation B implies -1 congruent to left side il -1 raised to p minus 1/2 എന്ന് പകരം we can substitute the value as 1. So 1 into ബാക്കി ചെയ്യുന്നത് p minus 1/2 factorial the whole square mod p എന്ന്. Okay, so this implies ഇതിനെ -1 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ we get this is 0. -1 ഇപ്പുറത്ത് പോകുമ്പോൾ ഈ സൈഡ് 0, that is p minus 1/2 factorial the whole square plus 1 congruent to what? 0 mod p. So which means that ഇവിടെ x is equal to p minus 1/2 factorial എന്ന് കൊടുത്താൽ this is of the form x square plus 1 congruent to 0 mod p. So when x is equal to p minus 1/2 factorial, this equation C, this C implies x square plus 1 congruent to 0 mod p. So which means x is equal to p minus 1/2 factorial is a solution of what? X square plus 1 congruent to in the 0 mod p യുടെ ഒരു solution. That's what we need to establish. Okay, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായിരുന്നു p congruent to എന്താണെങ്കിൽ
1 mod 4 ആണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ആക്ച്വലി വാട്ട് p മൈനസ് 1/2 ഫാക്ടോറിയലാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. ഓക്കെ, സോ നമ്മൾ രണ്ട് കേസും പ്രൂവ് ചെയ്തു. ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ p ഷുഡ് ബി കോൺക്രൂവന്റ് ടു 1 mod 4. p കോൺക്രൂവന്റ് ടു 1 mod 4 ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ദാറ്റ് സൊല്യൂഷൻ ഈസ് p മൈനസ് 1/2 ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ്. സോ നമുക്ക് ഈ തിയറം ഒരു എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻ: verify the theorem for p is equal to 30. So p is equal to 30. 13 congruent to 13 is 4 into 3 plus 1, which is congruent to what? 1 mod 4. So p congruent to endai 1 mod 4. So we have to prove that x square plus 1 congruent to 0 mod p 0 mod 13 has a solution എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ p മൈനസ് 1/2 ഫാക്ടോറിയലാണ്. ഇത് ഓർത്ത് വെക്കുക. The solution is actually p minus 1/2 factorial, which is equal to 13 minus 1/2 factorial, which is 12/2, which is 6 factorial, which is actually 720. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 720 is actually a solution ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, so 720 is equal to 55 into 13 plus 5 ആണ്. നമുക്ക് മോഡ് 13 അല്ലേ എടുക്കേണ്ടത്, അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദിസ്. സോ വിച്ച് മീൻസ് ദാറ്റ് 720 congruent to this is a multiple of 13, which is 0. So remainder is 5. So 5 mod 13 എന്ന് കിട്ടും. സോ p മൈനസ് 1/2 ഫാക്ടോറിയലിന് മോഡ് p ഇക്വലൻ്റ് ആയ നമ്പറാണ് 5. ഇനി നമുക്ക് നോക്കാം 5 സ്ക്വയർ പ്ലസ് 1 congruent to 0 mod 13 ആണോ എന്ന് നോക്കാം. 5 square plus 1 is actually 25 plus 1, which is actually 26, which is 2 into 13 congruent to what? 0 mod 13. So which means 5 is a solution. 5 means 720 is a solution. Okay, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 720 the whole square plus 1 congruent to 0 mod 13 എന്ന് പ്രൂവ് ചെയ്താലും മതി. വിച്ച് ഈസ് ദ സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ മോഡ് പിയിൽ എടുക്കുമ്പോൾ 5 ആണെന്നുള്ളതേ ഉള്ളൂ, റിമൈൻഡർ നമ്മൾ 5 ആക്കി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ സൊല്യൂഷൻ. സിമിലർലി p is equal to 5 കേസിൽ നമുക്ക് തീർന്നു നോക്കാം. p is equal to 5 ആകുമ്പോൾ 5 is 4 into 1 plus 1, which is congruent to 1 mod 4. Okay, so solution x square plus 1 congruent to 0 mod 5 in the solution ആണ് നമുക്ക് വേണ്ടത്. p congruent to 1 mod 4. So solution x is actually p minus 1/2 factorial, which is actually p minus 1, 5 minus 1, which is 4/2, which is 2 factorial, which is 2. Okay, so 2 square plus 1, which is actually 4 plus 1, which is congruent to what? 0 mod 5. So which means that 2 is a solution. Okay, so similarly you can verify this for any number p, any prime number p, which is congruent to 1 mod 4. എല്ലാത്തിൻ്റെ സൊല്യൂഷനും p minus 1/2 factorial എടുത്താൽ മതി, which is the solution. Thank you.